എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് മാത്രം ആയിരിക്കും. ഇനി മുതൽ മറ്റാർക്കും ആ സ്നേഹം ലഭിക്കുകയില്ല, മറ്റാർക്കും അതിന് അർഹതയുമില്ല. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഇല പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് സ്വന്തമാണ്. കാരണം നിങ്ങൾ ആ സ്നേഹത്തിന് വേണ്ടി പിറകെ നടന്നൊരു വ്യക്തിയല്ല. ആ സ്നേഹം അർഹതപ്പെടാതെ നിങ്ങൾ സ്വീകരിച്ചതുമല്ല. നിങ്ങളുടെ ജീവിതം കണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിയതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണിച്ച ഭവ്യതയും വിനയവും ശാന്ത സ്വഭാവവും ആർക്കും ദ്രോഹം ചെയ്യാതെ എല്ലാവർക്കും നന്മ ചെയ്യുന്ന നിങ്ങളുടെ നിലപാടിൻ്റെ ഫലമായി നിങ്ങൾക്ക് ലഭിച്ചതാണ്. അല്ലാതെ അവിടെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടങ്ങളും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഒരു വ്യാമോഹങ്ങളും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ നിലപാടിലൂടെയും നിങ്ങളുടെ സ്വഭാവത്തിലൂടെയും നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മയുണ്ടാകാനാണ് ആഗ്രഹിച്ചത്. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ നിങ്ങൾ ഒരിക്കലും തുനിഞ്ഞിട്ടില്ല. ആരെയും വേദനിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുകയുമില്ല. വാക്കാലും പ്രവൃത്തിയാലും എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ആ നന്മയെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ശ്രമിച്ചത്. ഹൃദയത്തിൽ നിങ്ങൾ ഉപകാരം ചെയ്തവർ, നന്മ ചെയ്തവർ പോലും നിങ്ങളെ ദ്രോഹിച്ചപ്പോൾ, നിങ്ങൾ ദ്രോഹിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനൊക്കെ സംയമനത്തോടെ പിടിച്ചു നിന്നിട്ടുള്ളൂ. നിങ്ങൾ പകരം പ്രതികരിക്കേണ്ടി വന്നപ്പോഴും ഏറ്റവും സമയത്ത് മാത്രം പ്രതികരിക്കുകയും എല്ലാം വിട്ടെറിഞ്ഞ് പോരുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ആരിൽ നിന്നൊന്നും തട്ടിയെടുക്കുന്നതിനോ എന്തെങ്കിലും ഒന്ന് ആർക്കെങ്കിലും ഇല്ലാതാക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. നിങ്ങളുടെ ഈ സ്വഭാവ ശുദ്ധിയും വിശുദ്ധിയുമാണ് നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാക്കി മാറ്റിയത്. ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും എല്ലാം നേരിട്ടപ്പോഴും നിങ്ങളുടെ മൂല്യത്തെ മുറുകെ പിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൂല്യത്തെ മുറുകെ പിടിച്ചിട്ട് മുന്നോട്ട് മാത്രമേ നിങ്ങൾ പോയിട്ടുള്ളൂ. ഒരിക്കലും തെറ്റായൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയോ തെറ്റായൊരു കാര്യം പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുക്കാനൊന്നും നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. നിങ്ങളുടെ ഈ ജീവിത രീതി, നിങ്ങളുടെ ഈ ജീവിത നിലപാട് തന്നെയാണ് നിങ്ങളെ വിജയത്തിലേക്കാക്കിയിരിക്കുന്നതും. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവഗണിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒപ്പം മുന്നോട്ട് പോകാനും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട വളരെ ദുർഘടമായ സാഹചര്യങ്ങളിൽ പോലും സംയമനത്തോടെ പിടിച്ചു നിൽക്കാനായിട്ട് സർവശക്തൻ പോസിറ്റീവ് എനർജിയുടെ ശക്തിയാൽ നിങ്ങൾക്ക് സാധിച്ചിട്ടുമുണ്ട്. ഒരുപാട് സങ്കീർണതകളും ഒരുപാട് പേർ നിങ്ങളിൽ നിന്ന് പലതും തട്ടിയെടുക്കാനും നിങ്ങളെ ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിച്ചപ്പോഴും അവിടെയെല്ലാം വലിയ പരാജയങ്ങൾ അവർക്ക് ഏറ്റുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പരാജയം ഉണ്ടാവുമെന്നാണ് ആളുകൾ കരുതിയത്. പക്ഷേ ആ സാഹചര്യത്തിലൊക്കെ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ വിജയിക്കും. നിങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ തട്ടിയെടുക്കാനും ആ വ്യക്തിയുടെ സ്നേഹം പിടിച്ചു പറ്റാനും ആരൊക്കെ ശ്രമിച്ചാലും അതിലൊന്നും അവർ വിജയിക്കാൻ പോകുന്നില്ല. കാരണം ആ വ്യക്തി ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും നിങ്ങളുടെ സൗമ്യതയും നിങ്ങളുടേത് മാത്രമായ ഒരു ക്യാരക്ടറുമാണ്, ഒരു സ്വഭാവവുമാണ്, ആ സാന്നിധ്യവുമാണ്. അതുതന്നെ തേടി ആ വ്യക്തി എത്തും. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു ലഭിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് ഈ പുഷ്പം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയെ എപ്പോഴും നിങ്ങൾക്ക് വേണമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. ജീവിതം എപ്പോഴും അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് ജീവിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. എല്ലാ ആഗ്രഹങ്ങളും അപ്പപ്പോൾ സാധിക്കുക, എല്ലാ സൗകര്യങ്ങളും അപ്പപ്പോൾ അനുഭവിക്കുക. നാളത്തേക്ക് വേണ്ടി ഒന്നും വെക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയല്ല നിങ്ങൾക്കുള്ളത്. പക്ഷേ എപ്പോഴും നീണ്ടു നിൽക്കുന്ന, എപ്പോഴും ആത്മാർത്ഥതയുള്ള സമീപനങ്ങളും താങ്കൾ സ്വീകരിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിച്ച സാഹചര്യത്തിലൂടെ കടന്നുപോയെങ്കിലും അത്തരം വിഷയങ്ങളിൽ, അത്തരം കാര്യങ്ങളിൽ നീതിപൂർവമായ നിലപാടുകൾ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് സ്നേഹം നൽകേണ്ടപ്പോൾ സ്നേഹം നൽകാനും
കൃത്യമായ ഉപദേശങ്ങൾ നൽകുവാനും ഒക്കെ നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരുന്നു. ശ്രദ്ധ ഉള്ള ഒരു സ്ത്രീയോ പുരുഷനോ ഒക്കെ ആകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ഊർജം വമിച്ചെടുക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ വ്യക്തിക്ക് പല ഭയങ്ങളും ഉണ്ടായപ്പോൾ ധൈര്യപൂർവ്വം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രചോദനമായത് നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ നയങ്ങളുമാണ്. നിങ്ങളുടെ വ്യക്തിക്ക് തന്നെ അത്തരത്തിൽ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകാനും സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രചോദനം മൂലം. നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ പിന്തുണ വളരെ വലുത് തന്നെയാണ്. നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ പിന്തുണ കൊണ്ട് ആ വ്യക്തി ഒരുപാട് മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ആ വ്യക്തിക്ക് അത് കൃത്യമായിട്ടറിയാം. അപ്പോൾ നിങ്ങൾ ആത്മവിശ്വാസം നൽകിയത് കൊണ്ടാണ് പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് സാധിച്ചത്. നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ടാണ് ആ വ്യക്തിക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിച്ചത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളൊക്കെ ഉണ്ടായപ്പോഴും ആ വ്യക്തി മുന്നോട്ട് പോയത് നിങ്ങളുടെ പിന്തുണ കൊണ്ടാണ്. അതിൻ്റെ ഒരു നന്ദി ആ വ്യക്തിക്കുണ്ട്. അത് നിങ്ങളെങ്ങനെ ഒരു പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബോധപൂർവമായി കൊടുത്തതല്ല. ആ വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ഓരോ കാര്യത്തിലെടുത്ത തീരുമാനങ്ങൾ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് കൂടിച്ചേരുന്നതിന് അല്ലെങ്കിൽ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള ആ വ്യക്തിയുടെ ജീവിതം പോലെ അല്ലായിരുന്നു. വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പോകാൻ സാധിച്ചു. വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എത്താൻ സാധിച്ചു. ജീവിതത്തിൽ പല ദുർഘടഘട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞത് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ പിന്തുണ കൊണ്ടാണ്. നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ പിന്തുണ ആ വ്യക്തിക്ക് ജീവിതത്തിൽ വളരെയധികം ശക്തി പ്രദാനം ചെയ്തു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ ആ ശക്തി, ആ ബലം, അത് നിങ്ങളിലൂടെയാണെന്ന് ആ വ്യക്തിക്കറിയാം. അതിന് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് പിന്മാറുമ്പോൾ ആ ശക്തി ക്ഷയിച്ചു പോകും. ആ വ്യക്തിക്ക് നിങ്ങളുണ്ടായിരുന്ന നിമിഷവും നിങ്ങളില്ലാത്ത നിമിഷവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഫീൽ ചെയ്യുന്നു. ഒരുപാട് വിഷമങ്ങൾ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യും. ഇത് പോകും, അങ്ങനെയൊക്കെ സംഭവിക്കാനിടയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പോസിറ്റീവ് എനർജിയുടെ കരുത്തിൽ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, പോസിറ്റിവിറ്റിയെ മുറുകെ പിടിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നിങ്ങളുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം ഒരുമിച്ച്, നിങ്ങളോടൊപ്പം ശക്തമായി നിലകൊണ്ടുകൊണ്ട് നിൽക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ സാന്നിധ്യവും പോലും ആ വ്യക്തിക്ക് ഊർജം പകരുകയാണ്. ഒരുപാട് പ്രതിസന്ധികളെയും ശത്രുക്കളെയും അതിജീവിക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്കല്ലാതെ ഒരിടത്തും പോയില്ല. താൽക്കാലികമായ ചില പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിച്ചാലും നിങ്ങൾക്കല്ലാതെ ഒരിടത്തും ആ വ്യക്തിയുടെ സ്നേഹം പോകില്ല, ആ പരിഗണന പോകില്ല. വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയോടൊപ്പം ജീവിക്കാൻ സാധിക്കും. എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട്, വളരെ ശക്തമായിട്ട് ആ വ്യക്തിക്ക് ജീവിതത്തിൽ കൃത്യമായ പിൻബലത്തോടു കൂടി പോകാൻ സാധിക്കും നിങ്ങളുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് തന്നെ ലഭിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.